ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രധാനമായും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സഭാപിതാക്കന്മാരെ കുറിച്ചാണല്ലോ. സഭാപിതാക്കന്മാരിൽ നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്ന ഐറേനിയസ് എന്ന പിതാവിനെ കുറിച്ചാണ്. ദ ബിഷപ്പ് ഓഫ് ലയോൺസ് ഫ്രാൻസ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച്, ബിഷപ്പ് ഓഫ് ലയോൺസ് ഫ്രാൻസ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെടുന്നത്. ജനനം 2-ാം നൂറ്റാണ്ടിന് മധ്യേ, അതായത് മരണം 3-ാം നൂറ്റാണ്ടിന് മധ്യത്തിലാണ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏഷ്യ മേലിലൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചുവെന്നും അപ്പോസ്തോലനായ യോഹന്നാനെ നേരിട്ട് കണ്ടിട്ടുള്ള ആളെന്നുമാണ് അദ്ദേഹത്തെ കുറിച്ച് കാണുന്നത്. അപ്പൊ സഭാപിതാക്കളിൽപ്പെട്ടവരും സ്പെർണയിലെ ബിഷപ്പുമായിരുന്ന പോളികാർപ്പിൽ നിന്നും ഐറേനിയസ് ബാല്യകാലത്ത് ഉപദേശങ്ങൾ കേട്ടിരുന്നെന്നും യുവാവായ ശേഷം ഫ്രാൻസിലെ ഗൗൾ പ്രവിശ്യയിലുള്ള ലയോൺസ് എന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചുവെന്നും അവിടെ ഐറേനിയസ് പുരോഹിതൻ എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചുവെന്നും AD 177 ബിഷപ്പ് രക്തസാക്ഷ്യം വരിച്ച ഒടുവിൽ ബിഷപ്പായി ഉയർത്തപ്പെട്ടുവെന്നും 3-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ മരിച്ചുവെന്നും പരമ്പരയായി വിശ്വസിച്ചു പോരുന്നു. അപ്പൊ ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പുരോഹിതന്മാർ എന്നൊരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. രാജകീയ പുരോഹിത വർഗങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ വരുന്നത്, അല്ലെ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, അല്ലെ, ഉപദേഷ്ടാക്കന്മാർ എന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിതു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവവചനത്തില് പുരോഹിതൻ എന്ന ഒരു വിഭാഗത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പിതാവ് പുരോഹിതനായി എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മരിച്ചൊടുവിൽ ബിഷപ്പായി ഉയർത്തപ്പെട്ട് 3-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ മരിച്ചെന്ന് പരമ്പരാഗതമായി അദ്ദേഹത്തെ കുറിച്ച് വിശ്വസിച്ച് പോരുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഐറേനിയസ് സഭാപിതാവായി ജസ്റ്റിന്റെ രീതികളിൽ ആകൃഷ്ടനായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യ സെഗ്മെന്റിൽ പറഞ്ഞ ജസ്റ്റിൻ മാർട്ടയറുടെ വിശ്വാസങ്ങളോട് എന്ത് ചെയ്തു? അദ്ദേഹം താല്പര്യം പുലർത്തി, അല്ലെങ്കിൽ അതിനോട് കൂടുതൽ ആകൃഷ്ടമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം അതുവരെ നിലനിന്ന ഗ്രീക്ക് തത്വചിന്തകൾക്കും സമകാലീന തെർത്തുല്യൻ രൂപം നൽകിയ പാശ്ചാത്യ ലത്തീൻ തത്വചിന്തകൾക്കും മധ്യവർത്തിയായി നിലകൊണ്ടിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. തത്വചിന്തയും ദൈവവചനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ തത്വചിന്തകളെ ഈ പിതാക്കന്മാരെന്ന് പറയുന്നവർ കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ഇവർക്ക് പല പല ചിന്തകൾ ഉണ്ടാകുന്നത്. ദൈവത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും, അതുപോലെ തന്നെ അവർക്ക് ഒരു സഭയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തമായ ചിന്താഗതികൾ അവർക്കുണ്ടാകാൻ കാരണം എന്താണ്? ഈ തത്വചിന്തകളാണ് എന്നുള്ള കാര്യം ഈ 2 പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? തത്വചിന്തകൾ ഒരു മധ്യവർത്തിയായിട്ട്, അതായത് ലത്തീൻ തത്വചിന്തകൾ അദ്ദേഹം എന്ത് ചെയ്തു? ലത്തീൻ തത്വചിന്തകൾക്ക് മധ്യവർത്തിയായിട്ട് അദ്ദേഹം നിലകൊണ്ടു എന്ന് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ജസ്റ്റിന്റെ പ്രതിവാദങ്ങൾ നിരത്തി തന്റെ നിലപാട് സാധൂകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഐറേനിയസ് ഗ്രീക്ക് തത്വജ്ഞാനത്തെ നിരാകരിക്കുകയും അപ്പോസ്തോലിക ക്രിസ്ത്യാനത്തെ വിശദീകരിച്ച് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പം അപ്പോസ്തോലിക ക്രിസ്ത്യാനിത്വത്തെ എന്ത് ചെയ്തു? വിശദീകരിച്ച് സ്ഥാപിക്കുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതി ജ്ഞാനവാദത്തിന് വിപരീതമായി എഴുതപ്പെട്ട ദുരുപദേശത്തിനെതിരെ എന്ന ഗ്രന്ഥമാണ്. അപ്പൊ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ മഹോന്നതനായ ദൈവത്തിനും ഭൂമിയിലും ഇടയിൽ ആകാശ സഞ്ചാരികളായ ജീവികൾ ഉണ്ടെന്നും ജഡത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്ന ജീവാത്മാവ് ഭൂമിയുടെ മുകളിലുള്ള പല മണ്ഡലങ്ങളിലൂടെ കടന്നു വേണം പരമാത്മാവിൽ എത്തേണ്ടതെന്നും
മറ്റുമുള്ള ജ്ഞാനവാദത്തെ പ്രസിദ്ധ ഗ്രന്ഥത്തെ വളരെ ശക്തമായി എതിർക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അപ്പോസ്തലന്മാരുടെ പരസ്യ ശുശ്രൂഷകർക്ക് പുറമെ ചില രഹസ്യ പഠിപ്പിക്കലുകൾ, ദ സീക്രട്ട് അപ്പോസ്തോലിക് ട്രഡീഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ജ്ഞാനവാദികൾ അവകാശപ്പെടുന്നതിനെതിരെയും ഐറേനിയസ് ശക്തിപൂർവം വാദിച്ചിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. അപ്പൊ ക്രിസ്തു ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരും അവർ നിയമിച്ച ബിഷപ്പുമാരും പിൻഗാമികളായി പിന്നീട് ക്രിസ്തു മാർഗത്തെ നയിച്ചവരാരും തന്നെ ജ്ഞാനവാദികൾ അവകാശപ്പെടുന്ന മതനിന്ദാപരവും പ്രാന്തപരവുമായ പുലമ്പലുകൾ നടത്തിയിട്ടില്ല എന്നും ഐറേനിയസ് തന്റെ ഗ്രന്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പൊ 1-2 നൂറ്റാണ്ടുകളിൽ വേദശാസ്ത്ര ഗ്രന്ഥനായ യഹൂദ മതഗ്രന്ഥമാണ് ക്രിസ്തു മാർഗികൾക്ക് എന്ത് ചെയ്തത്, നൽകിയിരുന്നത്. അപ്പൊ അത് യഹൂദ ക്രിസ്തീയ മേധാവികളുടെ തന്ത്രം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ 2-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ എന്ത് ചെയ്തു, ഐറേനിയസിന്റെ കാലത്ത് തന്നെ 4 സുവിശേഷ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങളും പൗലോസിന്റെ ലേഖനങ്ങളും ഉൾപ്പെട്ട ഈ നിയമഗ്രന്ഥം ക്രോഡീകരിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ പുസ്തകം എല്ലാ ക്രിസ്തീയ ദേവാലയങ്ങളിലും പഠിപ്പിക്കണമെന്ന് ഐറേനിയസ് പ്രസ്താവിച്ചു. അപ്പൊ എന്നാൽ ജ്ഞാനവാദികൾ പുതിയ നിയമത്തെ അംഗീകരിച്ചില്ല എന്നും ഐറേനിയസ് ജ്ഞാനവാദികളുടെ മേൽ ശ്രേഷ്ഠമായ വിജയം വരിച്ചുവെന്നും ഇത് ജ്ഞാനവാദത്തിന്റെ മേൽ പാരമ്പര്യ ക്രിസ്ത്യാനിത്വത്തിന്റെ വിജയമായിരുന്നു എന്നും അക്കാലത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ചില ദുരുപദേശങ്ങളാണ് അദ്ദേഹം പുരോഹിതനായി എന്നുള്ളത്. രാജകീയ പുരോഹിതരെല്ലാം എന്താണ്, രാജകീയ പുരോഹിത വർഗം എന്നാണ് പറയുന്നത്. അന്ധകാലത്ത് നമ്മളെ വിളിച്ചു വരുത്തിയ കർത്താവിന്റെ രാജകീയ പുരോഹിത വർഗങ്ങളാക്കി തീർത്തിരിക്കുകയാണ്. അപ്പൊ ആ രാജകീയ പുരോഹിതൻ എന്നുള്ള ആ ഭാവം മറന്ന് താൻ സ്വയം പുരോഹിതനായി, അല്ലെ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിതു വരുന്നത്. അപ്പൊ അതിന് വിപരീതമായിട്ട് പഠിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഐറേനിയസ്. ഐറേനിയസ് എന്ത് ചെയ്തു, പല തത്വജ്ഞാനങ്ങളെയും പിടിച്ചു എങ്കിലും ചില തത്വജ്ഞാനങ്ങളെ അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റിൻ, അതായത് സമകാലിക തെർത്തുലിൻ രൂപം നൽകിയ പാശ്ചാത്യ ലത്തീൻ തത്വചിന്തകൾക്ക് മധ്യവർത്തിയായിട്ട് നിലകൊണ്ടെന്നേ ഉള്ളൂ. പൂർണ്ണമായിട്ട് അതിനെ അംഗീകരിച്ചതായിട്ടും പറയുന്നില്ല. അപ്പം തെർത്തുല്യന്റെ വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും തെർത്തുല്യന്റെ ആശയം എന്തായിരുന്നുവെന്നും തെർത്തുല്യൻ എന്തായിരുന്നു പഠിപ്പിക്കാൻ ശ്രമിച്ചതെന്നും ഞാൻ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഐറേനിയസ് സഭ ജസ്റ്റിന്റെ രീതികളിൽ എന്തായിരുന്നു ആകർഷണനായിരുന്നു എന്നുമാണ് നമുക്ക് ഐറേനിയസിനെ കുറിച്ച് കാണാൻ കഴിയുന്നത്. അപ്പൊ ഐറേനിയസ് ആരുടെ തത്വചിന്തയിൽ വിശ്വസിച്ചിരുന്നു? ജസ്റ്റിൻ മാർട്ടിറുടെ തത്വചിന്തയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നും അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവരെല്ലാം സത്യത്തിൽ തത്വജ്ഞാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. അതിൽ നിന്നാണ് ഇവർക്ക് ദൈവത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഒക്കെ ഇവർക്ക് കിട്ടിയ ആ ദർശനങ്ങൾ എന്ന് പറയുന്നത്. ദൈവാത്മാവിൽ ഇവരൊന്നും നേടിയെടുത്തിട്ടില്ല എന്നുള്ള. അപ്പോസ്തലന്മാരെല്ലാം കറക്റ്റ് ആയിരുന്നു. അതിനുശേഷം വന്ന ഈ പിതാക്കന്മാർ നമ്മളെ തെറ്റിക്കുകയായിരുന്നു എന്നുള്ള വാസ്തവം. രണ്ട് പേരുടെ ചരിത്രം നമുക്ക് വായിച്ചപ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഇനി അടുത്ത ആളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.